ഞാൻ ഒരു വർഷം കൊണ്ട് അധ്വാനിച്ച് അവർക്ക് വേണ്ടി സ്വന്തമായി വീട് വെച്ചു. ആദ്യം നിൽക്കുന്ന ആളെ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിപ്പം ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു, ഫാത്തിമ, ഐഷ, ഹായ്, ഒന്ന് വരാമോ? ഓടി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്ന 10ാമത്തെ വയസ്സിലാണ്. 4 വയസ്സുള്ള ഫാത്തിമയോട് ചോദിക്കുക, മോളെ എന്താ മോളുടെ അംബീഷൻ? രാവിലെ എഴുന്നേൽക്കുമ്പം എന്താ മോളുടെ ഒരു ലൈഫ് സ്റ്റൈൽ പറയാമോ? രാവിലത്തെ റൊട്ടീൻ പറയാമോ? എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നവരെ. എന്ത് പണി? എന്ത് പണിയാണ് ഇവിടെ? എന്താ ഉള്ളി കൊടുക്കൂ? എന്താ മോൾക്ക് അംബീഷൻ? എന്താ വലുതാകുമ്പോ ആരാവാനാ ആഗ്രഹം? ആരാവണം വലുതാകുമ്പോ? ഉമ്മാനെ പോലെ? എന്ത് ചെയ്യും? എന്ത് പണി? പാത്രം കഴുകും, ഉള്ളി തൊളിക്കും. നോ വറീസ് ബഡി, നോ വറീസ്. ഹലോ, ഇതെനിക്ക് ഇപ്പോഴും പറയുവാണ്, ഇറ്റ്സ് നോട്ട് എ പ്രിപ്പയർ തിങ്. എനിക്ക് ഫാത്തിമനെ അറിഞ്ഞുകൂടാ. ഐ വാസ് ഹാപ്പി ഇൻ ലൈക്ക് സ്വന്തമായിട്ട് കഴിക്കുന്നു, ഫുഡ് എടുക്കുന്നു. ലൈക്ക് ഇവരെ എനിക്ക് പരിചയം പോലില്ല. ലിറ്ററലി ഐ എം ടോക്കിംഗ്. ഓക്കെ, ഇനി ഇതൊരു മെസ്സേജാണ്. ഐ വോണ്ട് ദിസ് ജനറേഷൻ ടു ബി സംതിങ് ബിഗ്. ഞങ്ങളുടെ മിഷനിലേക്കാണ് വരുന്നത്. നിങ്ങളോട് എല്ലാവരോടും പറയുവാണ്, ആരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ ഇപ്പോഴും പറയുവാണ്, നമ്മുടെ നാട്ടിൽ 2055 വരെ ഞാൻ ഒരു വർഷം കൊണ്ട് അധ്വാനിച്ച് അവർക്ക് വേണ്ടി സ്വന്തമായി വീട് വെച്ചു. ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങൾ വളർന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവള് പട്ടിണി വരെ കടന്നിട്ടുണ്ട്. ആ സമയത്താണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയത്. രാത്രി 12 മണി വരെ റോഡ് സൈഡിൽ അച്ചാർ വിറ്റ് അവളും അവളെ മേലുള്ള കുട്ടി ഞാനും കൂടിയാണ് അച്ചാർ കച്ചവടം ചെയ്ത് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കി. ഈ കാര്യത്തിന്റെ മുകളിൽ എല്ലാരും ക്ലാപ്പ് ചെയ്യേണ്ടതാണ്. സോ ഗൈസ്, ആരും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. എന്താണ് എന്ത് പ്രശ്നം? അത് കണ്ടിട്ടാണ് അവള് വളരുന്നത്. അതുകൊണ്ടാണ് അവള് ഉമ്മാന്റെ പോലെ ആവണമെന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയണം, ആത്മാർത്ഥത പറയണം. പേരെന്താണ്? എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. സീരിയസ്ലി, ലിറ്ററലി ആ കുട്ടി ഫുഡ് കഴിക്കുന്നത് സ്വന്തമായിട്ടൊരു